ബഹുമാനപ്പെട്ട ശ്രീ KPA മജീദ്, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കും. സർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനാഭ്യർത്ഥനകൾ മത്സ്യബന്ധനത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് എനിക്കിവിടെ ആദ്യമായി പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടക്കുകയുണ്ടായി. എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ധാരാളം പരാതിക്കാർ വന്നു, എല്ലാവരും പങ്കെടുത്തിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ പൗരപ്രമുഖർ പങ്കെടുത്ത് അവരുമായിട്ടാണ് നേരിട്ട് ചർച്ച. അതുകൊണ്ട് അവിടെ വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വളരെ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ താല്പര്യമുണ്ടായിരുന്നില്ല, അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ നവകേരള സദസ്സിൻ്റെ പരാജയം എന്ന് പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കാതിരുന്നത് അത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞാനിവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി എല്ലാ തീരദേശത്തും എല്ലാ മണ്ഡലങ്ങളിലും അവിടെ വന്ന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചു എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാനും അത് കേൾക്കാനും ഒരു മന്ത്രി വരിക എന്ന് തന്നെ വലിയ കാര്യമാണ്. കാര്യം നടന്നോ ഇല്ലേ എന്നതല്ലേ പ്രശ്നം. ധാരാളം പ്രശ്നങ്ങളും പരാതികളും അവിടെ വന്നു. ആ പരാതികളും കാര്യങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിച്ച് വേഗം തീരുമാനമെടുക്കണം എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്ന മന്ത്രിയെ പ്രത്യേകം ഞാൻ അനുമോദിക്കുകയാണ്. ഈ പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് SC/ST ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ അപേക്ഷിച്ച് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നും അവർക്ക് നിത്യപട്ടിണിയും പരിവട്ടമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മുന്നറിയിപ്പുകൾ, അതുപോലെ ട്രോളിംഗ് നിരോധനം തുടങ്ങിയുള്ള പല കാരണങ്ങളുടെ ഫലമായിട്ട് അവർക്ക് കടലിൽ പോകാനേ കഴിയുന്നില്ല. വളരെ പ്രയാസകരമാണ്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഈ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അർത്ഥപൂർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിലുള്ള ഇടപെടൽ വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടികഭാഗത്തിലൊക്കെ പ്രത്യേകമായി പ്ലാനും പദ്ധതിയും അവർക്ക് പ്രത്യേക ഫണ്ട് നീക്കുവെക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇവർക്ക് എന്ത് സംവിധാനമുള്ളത്? നമ്മുടെ പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുണ്ട്. തീരദേശ പ്രദേശത്തെ ഈ പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ ഈ മേഖലയ്ക്ക് പ്രത്യേകമായി ഒരു സംവിധാനം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഗവൺമെൻറ്റും തന്നെ ഈ കാര്യത്തിൽ ഈ മേഖലയ്ക്ക് പ്രത്യേകമായി ഫണ്ട് മുൻഗണനയോടുകൂടി നീക്കിവെക്കുകയും അത് യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിൽ അതാത് ഗവൺമെൻറ്റുകളും മന്ത്രിമാരും പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അർത്ഥപൂർണമായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞു അവർ പ്രഖ്യാപനം നടത്തിയതല്ലാതെ അതിൻ്റെ ഗുണഫലം വേഗത്തിൽ ലഭ്യമാകുന്നതിനുള്ള യാതൊരു സംവിധാനം ഇപ്പം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ മേഖലയുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ തൊഴിൽ ബദ്ധതയ്ക്ക് വേണ്ടി, അവരുടെ പട്ടിണിയും പ്രയാസങ്ങളും അകറ്റാൻ വേണ്ടി ഇതിനുള്ള നടപടികളും പദ്ധതികളും ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകമായി താല്പര്യമെടുക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ മത്സ്യകൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. മത്സ്യഭവനുകൾ പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാത്തതിൻ്റെ ഫലമായി ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നത്. പക്ഷേ ഈ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും അവർ നേരിടുന്നുണ്ട്. ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തീരക്കടൽ ചരക്ക് കപ്പൽ ഗതാഗത പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്ന തീരക്കടലിലൂടെ ചരക്ക് കപ്പൽ ഗതാഗതമാണ് നടത്തുന്നത്. തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ടിൽ ചരക്ക് കപ്പൽ ഇടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ ഈയിടെ മരണപ്പെടുകയുണ്ടായി. അവരുടെ ബോട്ടടക്കം മത്സ്യബന്ധന ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാധീന പഠന പദ്ധതിയിൽ വന്നിട്ടുള്ള കുടിശ്ശികൾ ഉണ്ടെന്നും അത് ഉടനെ പരിഹരിക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളുടെ നിവേദനങ്ങളിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ തീരദേശമായി വരികയാണ്. തീരദേശമായി വരുമ്പോൾ ഈ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീതിയുണ്ട്, ആശങ്കയുണ്ട്.
നാഷണൽ ഹൈവേക്ക് നമ്മൾ സ്ഥലമെടുക്കുമ്പോൾ ഏറ്റവും മതിയായ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. പക്ഷേ ഈ ഹൈവേ വരുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളി സ്ഥലങ്ങളാണ് കാര്യമായി പോകുന്നത്. അവർക്ക് നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ആശങ്ക മത്സ്യത്തൊഴിലാളികളുമായി ബാധിക്കുന്ന ആളുകളുമായി ചർച്ച ചെയ്ത് അവിടെ ആശങ്ക മാറ്റി അവിടെ ഈ സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ അവരുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ വർഷങ്ങളായി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ വീടുകളുണ്ട്, നീതിയാൾക്ക് എല്ലാം ഉണ്ട്, അംഗീകാരമൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ആധാരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവരെ സ്ഥലമെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി തന്നെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ലബ്സം ഗ്രാൻഡ് വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായ ശ്രമങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. കടലിൽ പോകരുതെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ദിവസങ്ങളിൽ മിനിമം വേതനത്തിന് തുല്യമായ തുക എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനോട് നിർദ്ദേശിക്കുന്നുണ്ടായെങ്കിലും അത് ഇന്നുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. UDF ഭരണകാലത്ത് മത്സ്യമേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ദേശീയ അവാർഡിന് അർഹമാവുകയും ചെയ്ത മത്സ്യഫെഡ് വലിയ സാമ്പത്തിക പ്രയാസത്തെ നേരിട്ടുകൊണ്ട് കോടികൾ നഷ്ടം പറ്റിയുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പലിശരഹിത വായ്പകൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരുന്ന പദ്ധതിയിൽ 9.5% പലിശയുള്ള വായ്പകളായി ഇന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ അലോട്ട്മെൻറ്റ് കുറച്ചതിൻ്റെ ഫലമായി ധാരാളം പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിൽ നേടുകയാണ്. സിവിൽ സപ്ലൈ വകുപ്പ് ഈ അലോട്ട്മെൻറ്റ് കുറച്ചപ്പോൾ അവരുടെയും തോത് കുറക്കാൻ തീരുമാനിച്ചു. ഒരു പെർമിറ്റിന് 350 ലിറ്റർ ഉണ്ടായിരുന്നത് 170 കുറച്ചു. എന്നാൽ UDF കാലത്ത് മത്സ്യഫെഡ് മണ്ണെണ്ണ ബാങ്ക് വഴി 1 ലിറ്ററിന് 43 രൂപ വെച്ച് 150 ലിറ്റർ കൊടുത്തു. അത് 25 രൂപ സബ്സിഡിയാണ്. എന്നാൽ മത്സ്യഫെഡ് 25 രൂപ സബ്സിഡി തുടർന്നെങ്കിലും 150 ലിറ്ററിൽ 1 ലിറ്ററിന് 100 രൂപയായി ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് കാലത്ത് UDF കുത്തിവെളിയായിരുന്ന 400 കുറവരുത്തിയുണ്ടായി. മത്സ്യത്തൊഴിലാളിയുടെ മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസ്, ലൈസൻസ് ഫീസ് അളവാക്കുന്നത് എല്ലാ മത്സ്യബന്ധന ഫിഷറി ഓഫീസിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ജില്ലാ തലത്തിലുള്ള ഫിഷറി ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഈ രജിസ്ട്രേഷൻ ഫീസ് അത് അടക്കുന്നതിനും മറ്റു യാനങ്ങളുടെ ഫീസ് അടക്കാൻ ഇപ്പോൾ പൊന്നാനിലേക്ക് പോകണം. അപ്പോൾ ഒരു തൊഴിൽ നഷ്ടപ്പെടും. അതുമല്ല ഈ സംഖ്യ അടക്കാൻ വേണ്ടി പൊന്നാനിലേക്ക് പോകുമ്പോൾ എത്ര സംഖ്യയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് അത് പഴയ രൂപത്തിൽ തന്നെ ആക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് വേണ്ടി ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളുടെയും നടപടി തീരുമാനത്തിൻ്റെ ഫലമായി ഈ മേഖലയിൽ വലിയ പ്രയാസങ്ങൾ വരികയാണ്. ഈ കടൽ അളന്ന് 50 വർഷത്തേക്ക് കുത്തമലമാളിക്ക് ലീസ് കൊടുക്കാനുള്ള നീക്കം തീരക്കടലിലും പുറംകടലിലും മത്സ്യബന്ധനത്തിൻ്റെ അവകാശം നിഷേധിക്കപ്പെടുന്ന സ്ഥിതി വരികയാണ്. മറൈൻ ഫിഷറീസ് ആക്ട് ഭേദം ചെയ്യാനും ഒക്കെയുള്ള നീക്കങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എതിർശമായിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് ശക്തമായ ഒരു നിലപാടും കാര്യങ്ങളും ഗവൺമെൻറ് ഉണ്ടാവണം എന്നും ഈ മേഖലയിലെ ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങ് പ്രത്യേകമായി ഇക്കാര്യങ്ങളെല്ലാം താല്പര്യപ്പെടുക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ട് വരും ഇക്കാര്യങ്ങളിൽ വേണ്ട താല്പര്യവും തീരുമാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.